തന്റെ വീട് ആകെ നാശമായല്ലോ മാഷേ. നമുക്ക് ശരിയാക്കാം. ശരിയാക്കാം, പക്ഷെ താനും കൂടെ സഹായിക്കണം, ഏറ്റോ? ആദ്യം നമുക്ക് ഈ വൈക്കോലൊക്കെ ഒന്ന് നേരെയാക്കാം. പിന്നെ ഞാൻ തന്നെ എടുത്ത് പൊക്കിത്തരാം, താനൊക്കെ ശരിയാക്കണം. എനിക്ക് പേടിയുണ്ടോ? ഒട്ടും ഇല്ല. ഏറ്റടോ, താൻ ശരിയാക്കി വേഗം. അറിയോ വല്ലം പറ്റൂ? കാറ്റും മഴയെ മൂർച്ഛിച്ചപ്പോ പള്ളിമേടക്കകത്ത് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പോലെ ചെടിച്ചട്ടി മുഴുവൻ മറിഞ്ഞു വീണു. ആ ഓടും കുറെ നേരം പിളകി. ആ കാറ്റിന് ഇതിന്റെ ഗതി എന്താവുമെന്നായിരുന്നു എന്റെ പേടി. അതാ രാവിലെ ഇങ്ങോട്ട് പോകുന്നത്. എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ഇതേ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. അതെങ്ങനെ ആ സമയത്ത് ഇയാളോട് വന്ന് വിട്ടു? പണിക്ക് വന്നതാ. പോകാൻ തുടങ്ങുമ്പോഴാ കാറ്റുമഴ വന്നത്. എന്താ നിന്റെ പേര്? ലൂയിസ്. ക്രിസ്ത്യാനിയാണല്ലേ? ഈ ഭാഗത്ത് വന്നിട്ട് എത്ര നാളായി? ഇന്നലെ രാവിലെ വന്നു. ഇവിടെ ആരുണ്ട്? ആരുമില്ല, അങ്ങനെ വന്ന് പെട്ടു. അപ്പൊ ഇന്നലെ വന്ന ഉടനെ ഇവിടെയാ പണിക്ക് വന്നത്? ഇവിടെ വന്നപ്പോഴാ ചോദിച്ച ഉടനെ പണി തന്നത്. ഓ, എവിടെയാ തന്റെ വീട്? കുറച്ച് അകലെയാണ് അച്ചോ. കുറച്ച് അകലെന്ന് പറഞ്ഞാൽ? കൊല്ലത്തിനടുത്ത്. കൊല്ലത്തിനടുത്ത്? ഉള്ളോട്ട് പോണം. ഉള്ളിലോട്ട് പോണെന്ന് പറഞ്ഞാൽ? ഉള്ളിലോട്ട് പോണെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ട് പോണം. ലൂയിസ് അല്ലേ? ആട്ടെ, ലൂയിസിന് എന്തൊക്കെ പണി അറിയാം? അങ്ങനെയൊന്നുമില്ല അച്ചോ, ചെയ്യാവുന്ന എന്ത് പണിയും ചെയ്യും. അപ്പോ ലൂയിസിനോട് കാര്യം ചോദിച്ചോട്ടെ. എന്റെ പൊന്നച്ചോ, ഒറ്റ ശ്വാസത്തിന് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ ശ്വാസം മുട്ടിക്കാതെ ചില പോലീസ് സ്റ്റേഷനിലെ പോലെ വയറ്റിപ്പഴപ്പിന് വേണ്ടി കൂലിപ്പണിക്ക് ഇറങ്ങിയതാണ് ചോ. വിട്ടേര്. ഞാനതൊക്കെ മറന്നു. ചോദ്യം ചോദിച്ചു തുടങ്ങിയ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് സെമിനാരിയിൽ പിള്ളേരെ പഠിപ്പിച്ചുള്ള ശീലമാണ്. ഓർക്കാപ്പുറത്താണെങ്കിലും അന്നേരം ലൂയിസ് ഇവിടെ വന്നു പെട്ടത് ദൈവസഹായമായി. അല്ലേ മേരിക്കുട്ടി? തെരേസയെ കണ്ടില്ലല്ലോ ഞാനിപ്പോ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ. ചേച്ചി, ഇന്നലെ രാത്രി കാറ്റും മഴ വന്നപ്പോ സിസ്റ്റർ മടത്തിക്കിടന്ന് കരച്ചിലായിരുന്നു അത്രേ. ചേച്ചിയുടെ മോന്റെ കാര്യം ഓർത്തിട്ടെ. കുട്ടനേക്കാ ഇളം മനസ്സാ സിസ്റ്ററിന്. നോയിക്കുട്ടാ, അച്ഛന് സ്തുതി പറഞ്ഞില്ല. എടുക്കാൻ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതി ചോദിച്ചു വാങ്ങിക്കണം അല്ലേ? മേരിക്കുട്ടി, ഞാൻ ഇറങ്ങുന്നു. ലൂയിസ്, ഇവിടുത്തെ പണിയോ കഴിഞ്ഞിട്ട് പള്ളിയിലേക്കൊന്ന് വരണം. അടുത്ത ഇന്നലത്തെ കാറ്റിന് കുറെ ഓടളകി പോയി, അതൊക്കെ ഒന്ന് നേരെയാക്കണം. പിന്നെ അല്ലറ ചില പണികളൊക്കെ ഉണ്ട്. ഞാനിതില് വരുമ്പോഴേ ഒരു വലിയ പുലി ആനയുടെ അത്രയ്ക്കുണ്ട്. ആനയുടെ അത്ര പുലിയോ? അത്രയില്ല. മനസ്സിലായി. എനിക്ക് എന്റെ മുന്നിൽ കണ്ണും തുറപ്പിച്ച് ഒറ്റ നിപ്പ്. ആര്, പുലിയോ? അവൻ വിചാരിച്ചു ഞാൻ പേടിക്കുന്നു. താൻ പേടിച്ചില്ലേ? എവിടുന്ന്? ഞാനൊന്ന് കണ്ണടിച്ച് കാണിക്കും. പുലി നാണിച്ചു പോയി. തിരിഞ്ഞൊരൊറ്റ ഓട്ടം. ആര്, താനോ? അയ്യോ, ഞാനല്ല, പുലി. ആള് കൊള്ളാമല്ലോ പാട്ടേ. രാജാവ് തന്നെ. ഈ പുലിക്ക് ഞങ്ങളുടെ നാട്ടിലെ പൂച്ചെന്നാ പറയാം. ഏതായാലും താൻ എന്നെ ഇങ്ങനെ ക്രൂസ് അടിച്ച് പഠിച്ചല്ലോ. തനിക്ക് ഞാനൊരു വിദ്യ കാണിച്ചു തരാം. ഇതൊരു 10 പൈസ തൊട്ടല്ലേ? സംശയമില്ലല്ലോ. ഇത് തന്റെ നെറ്റിക്ക് ഇങ്ങനെ വയ്ക്കും. ഇത് താൻ കൈ കൊണ്ട് തൊടാതെ എടുക്കണം. പറ്റുമോ? കൈ കൊണ്ട് തൊടരുത്. വെച്ചു എടുക്ക. കൈ കൊണ്ട് തൊടരുത്.
മാഷോ? ആ ആ പിടിച്ചോ 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 നോക്കി പിടിച്ചോ. ആ എന്റെ അമ്മേ, എന്റെ കർത്താവേ, നീ എന്നെ കൊണ്ട് പോ. അമ്മേ, എന്റെ കർത്താവേ. ആ ദാ കിടക്കണം. എന്റെ കർത്താവേ, എന്തൊരു കഷ്ടം അത്. എങ്ങനെയുണ്ട് ഒരു മണി? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നിട്ടിങ്ങനെ ചിറ്റിക്കണേ? മണി ആകാശത്തോണ്ടാ കെട്ടി വെക്ക. എന്റെ അമ്മേ, ഇതിലും വേഗം വല്ല കൂലിപ്പണിക്ക് പോവാ. സൂക്ഷിച്ച്. പഴയ കമ്പിയാ, നമ്മുടെ സൗകര്യത്തിനൊന്നും നിന്നൊന്നും വരില്ല.